അറിവില്ലായ്മ ഒരു തെറ്റല്ല, ഒരു കുറ്റമല്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. എത്ര പ്രായം ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് എല്ലാവിധ അറിവുകളും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നുണ്ടാവും, അതിലപ്പുറം അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഞാനും എനിക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. നമുക്കെല്ലാവർക്കും നിസ്സംശയം അറിയാവുന്നൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കേരളവും അങ്ങനെ തന്നെയാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് നല്ലൊരു കെട്ടുറപ്പോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ പ്രളയം, കൊറോണ, ഇങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങളിൽ നമുക്ക് വളരെയേറെ വ്യക്തമാക്കി തന്നൊരു കാര്യം അത്. നമ്മളെല്ലാവരും ഒന്നാണ്. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ നമ്മളൊന്നും ഒരു പ്രശ്നം വന്നാൽ വേർതിരിഞ്ഞ് മാറി നിൽക്കില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസ രീതികളൊക്കെ കൊണ്ടുവന്നത് ക്രിസ്തു മതം ആണ് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടം, ആശാൻ കളരി, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് നല്ല ഒന്നാന്തര വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ആളുകൾക്ക് നൽകാനായിട്ട് ക്രിസ്തു മതത്തിന് നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവരിവിടെ വന്ന സമയത്ത് ഒരുപാട് ദേവാലയങ്ങൾ, ക്രിസ്തു മതവിശ്വാസികൾക്കുള്ള ദേവാലയങ്ങൾ പണിതീർത്തു. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും. അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളല്ലല്ലോ. അവരും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് ദേവാലയങ്ങൾ പണി കഴിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഹിന്ദു മതാചാരപ്രകാരമാണെങ്കിൽ ഇവിടെ ദേവാലയങ്ങൾ ഒരുപാട് പുരാതന കാലം തൊട്ടേ ഉണ്ടായിരുന്ന ദേവാലയങ്ങളുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമതം വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ മേഖലകളിലൊക്കെ അവരുടേതായ ഒരു കയ്യൊപ്പ് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ ഈ ഹിന്ദുക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്യാനായിട്ട് ഭയങ്കര മിടുക്കരാണ്. അവർക്ക് നിസ്സാര ഒരു പനി വന്നാൽ അവരൊപ്പം ഓടും അമ്പലത്തിലേക്ക്. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പോയി ആ വഴിപാട് ഈ വഴിപാട് ചെയ്ത് അല്ലെങ്കിൽ ഭഗവാനെ കാണിക്കർപ്പിച്ച് കൈകാലിയാക്കി തിരിച്ചു പോരും. അതാണ് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ പ്രശ്നം. അതൊരു പ്രശ്നം തന്നെയാണ്. ഭഗവാൻ എന്തിനാ പൈസ? പക്ഷേ എന്തിനാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ ഓരോ വഴിപാട് റെസിപ്റ്റുകളുണ്ട്. അതിലൊക്കെ ഓരോന്നിനും ഇത്ര എന്ന് ഉള്ള രീതിയിലാണ്. 3000 4000 രൂപയൊക്കെ ഉള്ള വഴിപാടുകളൊക്കെ ഉണ്ട്. ഈ പൂമൂടൽ എന്നുള്ള ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല പൈസ വരും. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഈ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് ഈ റെസിപ്റ്റ് വക ആ പുഷ്പാഞ്ജലി, ഈ പുഷ്പാഞ്ജലി, ആ വിളക്ക്, ഈ വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റെസിപ്റ്റ് എഴുതി പൈസ വാങ്ങിക്കും. ആര്? ക്ഷേത്ര കമ്മിറ്റി. അതിനെന്താ പറയുക, മറന്നു. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു? പൊതുജനങ്ങളിലേക്ക്, സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്നു ഈ പൈസയെല്ലാം. എത്ര പാവപ്പെട്ടവനാണെങ്കിലും ചെന്നിട്ട് ഇടുന്ന ആ പൈസ അവൻ്റെ കയ്യിലുണ്ടായിട്ടല്ല, 4 ചില്ലറ തുട്ടുകളൊക്കെ പെറുക്കി ഇടുന്ന ആ പൈസ സർക്കാരിലേക്ക് പോവുകയും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോവുകയും അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായിട്ട് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഹിന്ദുവിന് ഒരു സ്ഥാപനം പടുത്തുയർത്തി കൊണ്ടുവരാനായിട്ട് അതുമൂലം സാധിക്കുന്നില്ല. പക്ഷേ മറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തു മതം ആണ് അധികവും. അവർ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അവരുടേതായ ഫണ്ട് ഉപയോഗിച്ച്, അത് പുറത്തു പോകാണ്ട് അവരിൽ തന്നെ നിക്ഷിപ്തമായിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്തും. ഹോസ്പിറ്റലുകൾ പടുത്തുയർത്തുന്നത് നല്ലതാണ്. അതുകൊണ്ടല്ലേ നമുക്കൊരു പനി വന്നാൽ കൂടി മിഷൻ ആശുപത്രി അല്ലെങ്കിൽ പള്ളി ആശുപത്രി, ഇങ്ങനെയുള്ള ആശുപത്രിയിലൊക്കെ നമ്മൾ ഓടും. എന്നാൽ ഒരു ഹിന്ദുവിനൊരിടത്തൊരു ആശുപത്രി ഉള്ളതായിട്ട് അറിയില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസമാണെങ്കിലോ CBSE അതുപോലെയുള്ള ഇത്തിരി ഹയർ എഡ്യൂക്കേഷൻ ക്രിസ്തു മതത്തിൽ അവർ പടുത്തുയർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ എല്ലാത്തരം ആളുകളുടെ കയ്യിൽ നിന്നും നല്ല വൻതുക ഒക്കെ ഫീസാക്കി വാങ്ങിച്ച് അവരുടെ സ്ഥാപനം
വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്ന സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദേവസ്വം ബോർഡ് എന്തിനാണ് ഈ ഹിന്ദു ദേവാലയങ്ങളെ നല്ല വരവുള്ള, അധികം ആളുകൾ ചെല്ലുന്ന അല്ലെങ്കിൽ ഒരുപാട് പൈസ വരവുള്ള ദേവാലയങ്ങളൊക്കെ ഈ ദേവസ്വം ബോർഡ് എന്ന പേരിൽ ഈ സർക്കാർ ഏറ്റെടുക്കുകയും അതിൽ വരുന്ന പൈസ മുഴുവനും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നീക്കുകയും ചെയ്യും. അത് ഈ ഹിന്ദു ദേവാലയങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കിതുവരെ, ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു, പക്ഷേ എനിക്ക് കറക്റ്റ് ഒരു ആൻസർ അതിന് കിട്ടിയില്ല. ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നൊക്കെ അവർ ദേവന് കൊടുക്കുന്ന, സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ റെസിപ്റ്റ് എഴുതരുത്. ഓരോ വഴിപാടിനും ഓരോ തുക വെച്ചുള്ള റെസിപ്റ്റാണ്. 300, 400, 500 അങ്ങനെയൊക്കെ പോകുന്നു. വളരെ ചെറിയൊരു പുഷ്പാഞ്ജലിക്ക് പോലും ഇന്ന് 20 രൂപ ആ രീതിയിലൊക്കെയാണ് ദേവസ്വം ബോർഡ് കണക്കാക്കി അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന പാവങ്ങളായിട്ടുള്ള ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും റെസിപ്റ്റ് എഴുതി വാങ്ങിക്കുന്നത്. എന്നിട്ട് ഈ പൈസ എല്ലാ നാനാജാതി മതസ്ഥർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ സർക്കാർ വിനിയോഗിക്കും. അത് ഈ ഹിന്ദു മതത്തിനെ, ഈ ഹിന്ദു ദേവാലയങ്ങളെ അവർ ഒരു ചൂഷണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തെറ്റോ ശരിയോ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ, ഞാനൊരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും അല്ല കേട്ടോ ഇവിടെ പറഞ്ഞത്. നമ്മൾ എല്ലാവരും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു സംശയം എന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദു ദേവാലയങ്ങളെ മാത്രം ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാക്കി ഈ പൈസ ഖജനാവിലേക്ക് എടുക്കുന്നത്? അപ്പോൾ ഈ ഒരു സംശയം ബാക്കി നിർത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ കേട്ടോ.